ഇഡ്ഡലി മാവ് ഇതേപോലെ പതഞ്ഞ് പൊന്തി വന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് പഞ്ഞി പോലെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഇതാണ് മുല്ലപ്പൂ ഇഡ്ഡലി. കർണാടക സ്പെഷ്യലാണ്. കർണാടകയിൽ വന്നിട്ട് മല്ലിക ഇഡ്ഡലി എന്നാണ് കേട്ടോ പറയുക. നല്ല സോഫ്റ്റാണ്, സ്പോഞ്ചിയാണ്. ഇത്രയും സോഫ്റ്റായിട്ട് ഞാൻ ഇഡ്ഡലി കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് പച്ചരി അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു 3 മണിക്കൂർ നേരം കുതിർത്താനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നല്ല പച്ചരി നോക്കിയെടുക്കണം കേട്ടോ, നല്ല വെളുത്ത കളറുള്ള പച്ചരി നോക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെളുത്ത അവൽ. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് കേട്ടോ എല്ലാം എടുത്തേക്കണത്. അവലെപ്പോഴും നല്ല വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ, അതിൽ ചെറിയ പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് കഴുകിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ജൗവരി, നമ്മൾ സാബുദാന എന്ന് പറയില്ലേ, അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കണത് ചെറിയ സാബുദാനയാണ്. വലുതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവലെടുത്ത് അതേ അളവിൽ തന്നെ ജൗവരി എടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജൗവരി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ കഴുകി വെച്ചേക്കുന്ന അവലിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ട് കുതിർത്താനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതും ഒരു 3 മണിക്കൂർ നേരം വയ്ക്കാം. ഇനി വേണ്ടത് ഉഴുന്നും പരിപ്പാണ്. അപ്പോൾ ഞാനിത് മുഴുവനായിട്ടുള്ള ഉഴുന്നായ കാരണം കൊണ്ട് 1 ഗ്ലാസ് ഫുൾ എടുത്തിട്ടില്ല, കുറച്ച് കുറവ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു 3 മണിക്കൂർ നേരം തന്നെ കുതിർത്താനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 3 മണിക്കൂറായിട്ടുണ്ട്, എല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഉഴുന്നരച്ചെടുക്കാം. ഉഴുന്നരച്ചെടുക്കുമ്പോൾ വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുക്കണം. വെള്ളമൊക്കെ ഒന്ന് ഊറ്റി മാറ്റിയതിന് ശേഷം നമുക്ക് ഉഴുന്നരച്ചെടുക്കാം. അതുപോലെ തന്നെ ഉഴുന്നരച്ചെടുക്കുമ്പോൾ ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ. പിന്നെ വളരെ കുറച്ച് ഒരു 2 ടീസ്പൂണൊക്കെ വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇതേപോലെ നല്ല തിക്കായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേപോലെ തന്നെ ജൗവരിയും അവൽ അരയ്ക്കുമ്പോഴും തീരെ വെള്ളമില്ലാണ്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ, അതല്ലെങ്കിൽ ഒരുപാട് വെള്ളമായി പോവും. അപ്പോൾ അതുകൊണ്ട് ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ കുതിർത്ത ജൗവരിയും അവലും വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുത്തിട്ട് അങ്ങനെ തന്നെ നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് ഈ ഉഴുന്നിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പച്ചരി അരച്ചെടുക്കാം. പച്ചരി അത് തിക്കായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പച്ചരിയിലും കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. വെള്ളം വളരെ കുറച്ച്, 2 ടീസ്പൂൺ വെള്ളമൊക്കെ ചേർക്കണുള്ളൂ. ഇതേപോലെ നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇനി ഇത് നമ്മൾ അരച്ച് വെച്ച ഉഴുന്നിൽ കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കുക. ഇളക്കി നോക്കിയിട്ട് മാവ് ഒരുപാട് തിക്കാൻ തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം, ഈ മിക്സി ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 ടീസ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ചാൽ മതി, ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാവ് എപ്പോഴും നല്ല തിക്കായിട്ട് വേണം കേട്ടോ, ഒരുപാട് ലൂസായിട്ട് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ മാവ് ഒരു 2-3 മിനിറ്റ് നേരം ഇങ്ങനെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിൽ എയർ ബബിൾസൊക്കെ വരും. ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. ഏകദേശം ഒരു 8 മണിക്കൂറൊക്കെ വേണ്ടി വരും കേട്ടോ, നന്നായിട്ടൊന്ന് പൊന്തി വരാനായിട്ട്. ഇപ്പോൾ ഞാൻ മാവ് പൊന്തി താഴെ പോയിട്ടുണ്ട്. ഞാനപ്പോൾ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. മാവ് ഇങ്ങനെ പതഞ്ഞ് പൊന്തി പോയാൽ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിരിക്കും, പക്ഷേ ചിലപ്പോൾ ഒന്ന് പതിഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ മാവൊക്കെ വീണ്ടും അതിലേക്ക് കോരി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കുക, എന്നിട്ട് ഇഡ്ഡലി ഉണ്ടാക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം കോരി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. എന്നാലും കണ്ടോ മാവ് ഇങ്ങനെ പൊന്തി തന്നെ ഇരിക്കും, അങ്ങനെ അധികം താന്നു പോവില്ല. അപ്പോൾ തന്നെ അറിയാം നമുക്ക് ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെ വരുന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ മാവ് മിക്സാക്കുമ്പോൾ നല്ല തിക്കായിട്ട് തന്നെ ഉണ്ടാവണം കേട്ടോ, അതല്ലെങ്കിൽ ഇഡ്ഡലി നല്ല സോഫ്റ്റാവും, നല്ല പതിഞ്ഞിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഇഡ്ഡലി വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ മുല്ലപ്പൂ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയാണ്. ഇതിനും സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ കർണാടക സ്റ്റൈൽ മല്ലിക ഇഡ്ഡലി റെഡിയായി. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം.